ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി ട്രിപ്പാണ്. നമ്മൾ പോകുന്നത് സുൽത്താൻ ബത്തേരി വഴി ഊട്ടിയിലേക്കാണ്, അല്ലെങ്കിൽ വയനാട് ടു ഊട്ടിയാണ്. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത അടിപൊളി കാഴ്ചകളാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മിസ്സാക്കാതെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി. ഉണ്ണി എല്ലാവർക്കും യാത്രയൊക്കെ പറഞ്ഞു, ഞങ്ങളും യാത്രയൊക്കെ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ണി വിഷ്ണു കൂടിയിട്ടാണ് പോകുന്നത്. ഞങ്ങളൊരു 12 മണിയോട് കൂടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ വഴിയിൽ നമുക്ക് ഉറക്കം വന്നപ്പോൾ നമ്മൾ സൈഡാക്കിയിട്ട് ഒരു 2 മണി മുതൽ ഒരു 6 മണി വരെയൊക്കെ കിടന്ന് ഉറങ്ങി കേട്ടോ. ഞങ്ങൾ 5 മണിയാകുമ്പോഴത്തേനും സുൽത്താൻ ബത്തേരി എത്താനുള്ള രീതിയിലാണ് പോയതെങ്കിലും നമുക്ക് ഉറക്കം വന്നപ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങി. എന്നിട്ട് വെള്ളം അങ്ങനെ മൂവ് ചെയ്യാണ് ചെയ്തത്. പക്ഷെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, ചെറിയ രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ വിട്ടു കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയറായിട്ട് ചെറിയ കോടൊക്കെ കിട്ടി നമുക്ക്. പിന്നെ നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ചായ മേടിച്ച് കുടിച്ചു, അതുപോലെ തന്നെ ഒരു ഉള്ളിവടയും കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, കോഴിക്കോട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കോഴിക്കോട് ത്രൂ ആണ് പോയത്. അപ്പോൾ ഉള്ള ഏരിയയിൽ കൂടെ പോകുമ്പോൾ നല്ല ഭംഗിയാണ്. പാടങ്ങളായാലും അതുപോലെ തന്നെ കോടൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നയാര പമ്പിലാട്ടോ കയറിയത്. അപ്പോൾ നമ്മളിപ്പോൾ മോർണിംഗ് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നയാര പെട്രോൾ പമ്പിൽ കയറി. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ബാത്റൂംസും ടോയ്ലറ്റ്സാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, വുമൻസിനാണെങ്കിലും എല്ലാ രീതിയിലും എന്താ പറയുക, ഇപ്പോൾ സാനിറ്ററി പാഡ്സിനായിട്ടുള്ള കാര്യങ്ങളായാലും നമ്മുടെ എന്തെങ്കിലും സിറ്റുവേഷൻസ് കാരണം പീരീഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനും ഒക്കെ സുഖമായിട്ട് പോവാം. അതുപോലെ തന്നെ മെൻസിനാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് അല്ല ഇഷ്ടം. അതെ നല്ല ടോയ്ലറ്റാണ്. പിന്നെ നമുക്ക് ബ്രഷ് ചെയ്യാനായാലും ഒക്കെയുള്ള സൗകര്യങ്ങൾ ബാക്കിൽ വാഷ് ബേസിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല നീറ്റാണ്, പറയാതിരിക്കാൻ വയ്യ. എല്ലാ പെട്രോൾ പമ്പ്സും അങ്ങനെ ആയിരുന്നു വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറയണമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്, നല്ല വഴിയാണ്. സൈഡിൽ കണ്ട. അപ്പോൾ ഈ ഒരു റൂട്ടിലും ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ നല്ലൊരു പെട്രോൾ പമ്പ് എനിക്ക് നല്ല ഇഷ്ടമായി. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ നമ്മളങ്ങനെ അവിടെ നിന്ന് യാത്രയായി. അപ്പോൾ 2 സൈഡിലും ഇങ്ങനെ കോടൊക്കെ ആയിട്ട് മഴയത്ത് നല്ല രസമായിരുന്നു. വെള്ളം ഒക്കെ ആയിട്ട് പാലങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു റോഡ്. പിന്നെ നമ്മൾ നേരത്തെ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ നമ്മൾ മുട്ടയും പഴം പുഴുങ്ങിയതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഉണ്ണി പഴം പുഴുങ്ങിയത് കഴിച്ചു, പിന്നെ മുട്ട കൊടുത്തു. അങ്ങനെ അവളുടെ എന്താ പറയുക, രാവിലത്തെ ഫുഡ് അതായിരുന്നു. ഞങ്ങളും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളും കഴിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ചുരം കയറി തുടങ്ങിയപ്പോൾ വയനാട് എത്തി. താമരശ്ശേരി ചുരം കയറിയിട്ട് വയനാട് എത്തിയപ്പോൾ ഇങ്ങനൊരു വ്യൂ കണ്ടു. ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ്. നിങ്ങൾ കണ്ടു നോക്കിയേ. പിന്നെ അങ്ങനെ നമ്മൾ വയനാട് കഴിഞ്ഞപ്പോൾ സുൽത്താൻ ബത്തേരി എത്തി. സുൽത്താൻ ബത്തേരി എത്തിയിട്ട് ഞാനും വിഷ്ണുവും ടൗണിൽ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇനി നമ്മൾ കാട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നല്ലൊരു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി നമ്മൾ 2 പൊറോട്ടയും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയും ഓർഡർ ചെയ്തിട്ട് നമ്മൾ കഴിച്ചു. ഉണ്ണിക്കുള്ളത് പാർസൽ മേടിച്ചു. ആ സമയത്ത് ഉണ്ണി ഉറങ്ങായിരുന്നു. അവൾക്കുള്ള ഇഡ്ഡലി നമ്മൾ പാർസൽ മേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റ് കയറി. മുത്തങ്ങ ഫോറസ്റ്റിൽ നമ്മൾ വിചാരിച്ചത് എൻട്രിയിൽ ഇതുണ്ടായിരിക്കും, ചെക്ക് പോസ്റ്റ് കിടക്കുമ്പോൾ കരുതിയത്. പക്ഷെ അതിൻ്റെ ആവശ്യം വന്നില്ല കേട്ടോ.
പിന്നെ നമ്മളങ്ങനെ നല്ല ഭംഗിയുള്ള റോഡൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തങ്ങ ഫോറസ്റ്റിൽ കുറച്ച് നമ്മൾ എന്താ പറയുക ഒരു പാടം ലൈക്ക് അതുപോലെ ഉണ്ടായിരുന്നു കുറച്ച് ഭാഗങ്ങളൊക്കെ. പിന്നെ നല്ല ഒരു റോഡും എന്താ പറയുക അതിൻ്റെ സൈഡിൽ കാടും ചെറിയൊരു അരുവിയും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പിന്നെ നല്ല വഴിയാണ്, എന്താ പറയുക റോഡ് ഭയങ്കര സ്മൂത്താണ്, നമുക്ക് ഇങ്ങോട്ട് എത്താനും നല്ല പെർഫെക്റ്റ് റോഡായിരുന്നു. പിന്നെ അങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ നമ്മൾ മാനിൻ്റെ ഒരു കൂട്ടം തന്നെ നമ്മൾ കാണാൻ ഇടയായിട്ടോ. കൊറേ ഉണ്ടല്ലേ വിഷ്ണു, കൊറേ കണ്ടില്ലേ? പൊന്നെ കണ്ട ഇവിടെ ഇത് പിന്നെ നമ്മൾ നമ്മുടെ ഈ മുത്തങ്ങയിൽ കണ്ടത് നല്ല ഭംഗിയുള്ള ഈ ഒരു ചോല അല്ലെങ്കിൽ അരുവി, നമ്മുടെ ഈ ഒരു കാടിൻ്റെ സൈഡിൽ കൂടെ ഒരു ചോല, നല്ല ചളി കുത്തൊഴുക്കോട് കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ചോല സൈഡിൽ കൂടെ പോകുന്നുണ്ട്. നമ്മളെ റോട്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ അങ്ങനെ ഒരു നല്ല ഭംഗിയുള്ളൊരു വ്യൂ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ പോയോണ്ടിരിക്കുമ്പോൾ ഒരുപാട് അനിമൽസിനെ നമുക്ക് കാണാൻ പറ്റി. എന്താ പറയുക, ഒരു മയിലിനെ കാണാൻ പറ്റി, അത് ഞാൻ ഇതിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ റോഡാണ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മൈൻഡ് കാം ചെയ്യാനും എന്താ പറയുക സൂത്ത് ചെയ്യാനൊക്കെ ഭയങ്കര നല്ലതാണ് ഇങ്ങനൊരു ട്രിപ്പ് കേട്ടോ. അപ്പോൾ കണ്ടമയിലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ആൺമയിലാണത്. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയപ്പോൾ നല്ല എന്താ പറയുക ആന, നല്ല ഭംഗിയുള്ള ഒരു കൂട്ടം ആന, ഒരു അമ്മയും ഒരു കുട്ടിയും പിന്നെ അതിൻ്റെ കൂടെ വേറൊരു പെൺ ആനയും ഉണ്ടായിരുന്നു. അതും ആസ്വദിച്ചു. ഞാനിങ്ങനെ എന്താ പറയുക നല്ല രീതിക്ക് ആസ്വദിച്ചു കേട്ടോ നമ്മൾ. പിന്നെ നമ്മൾ കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് ഡക്കിനെ അവിടെ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കാണാൻ പറ്റി. അതായത് ഒരു വെറൈറ്റി, നമ്മളിവിടുന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡക്കായിരുന്നു അത്. ചുണ്ടിൻ്റെ അവിടെ ഒരു മഞ്ഞ കൊക്ക്, വേറൊരു തരം ടൈപ്പ്, പിന്നെ നീർക്കാക്ക, അങ്ങനെ ചില ഭാഗത്തിന് വെള്ളം ഇങ്ങനെ കെട്ടി നിന്നിട്ട് അവിടെ ഇതുപോലത്തെ താറാവും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും മാന കണ്ടു. പിന്നെ അതേ ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കണ്ണിൽ ആനേനെ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ ഒരെണ്ണത്തിനെ കണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിഞ്ഞപ്പോഴത്തേനും അമ്മയും അതുപോലെ കുട്ടിയും കൂടിയിട്ടുണ്ട് വരുന്നു. ഒരു രക്ഷയില്ല, രണ്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിർത്തുമ്പോൾ വേറൊരു ടീം നിർത്തും, അല്ലെങ്കിൽ അവർ നിർത്തുമ്പോൾ നമ്മൾ എന്താ ചോദിക്കുമ്പോൾ അവർ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും. അപ്പോൾ നമ്മളും കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഗുണ്ടൽപേട്ട് നമ്മളെ എത്തിയപ്പോൾ നമ്മളെ വരവേറ്റത് നമ്മളെ സൂര്യകാന്തി പൂക്കളായിരുന്നു. പിന്നെ നല്ല ഭംഗിയുള്ള മനോഹരമായ കൃഷിപ്പാടം ആണ് കണ്ടത്. പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, മഴ വരുന്നുണ്ടായിരുന്നു. പക്ഷെ മഴ ഞങ്ങൾക്ക് കിട്ടിയില്ല, മഴ പെയ്തില്ല. പക്ഷെ നല്ല രസമായിരുന്നു, ആകാശം കാണാനായാലും ചുറ്റും മലകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. കണ്ടു നോക്കുക. പിന്നെ നമ്മൾ ഗുണ്ടൽപേട്ട് കണ്ടത് നമ്മളെ ചെറിയ ഉള്ളിയില്ലേ, സ്മോൾ ഓണിയൻ, അത് അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഗുണ്ടൽപേട്ടിൽ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിൽ കൂടെ ഷോർട്ട് കട്ട് വഴി കയറി
നമ്മൾ മെയിൻ റോഡിലേക്ക്. അപ്പോൾ അതുവഴി പോകുമ്പോൾ നമ്മൾ കൃഷി ചെയ്തിട്ട് ഒരു സൈഡിൽ ഇരുന്നിട്ട് ഒരു ആലിൻ്റെ ചുവട്ടിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് അത് എന്താ പറയുക ക്ലീൻ ചെയ്യുന്നതും മാറ്റി വയ്ക്കുന്നതൊക്കെ കാണാൻ പറ്റിയിട്ടോ. പിന്നെ നമ്മൾ ബന്ദിപ്പൂരെത്തി. അവിടെ നമ്മൾ പാസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് കയറി. നല്ല അടിപൊളി ഫോറസ്റ്റാണ്. ഇവിടും നമുക്ക് ആനേനെയും അതുപോലെ തന്നെ മയിലിനെ, കുരങ്ങന്മാരെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വീഡിയോയിൽ കുറേയൊക്കെ മിസ്സായി. വീഡിയോ ഞാൻ 2 ഫോണിലായിട്ടാണ് എടുത്തത്. പക്ഷെ ഈ ഫോണിലത്തേത് മാത്രം വെച്ചിട്ടാട്ടോ എഡിറ്റ് ചെയ്തത്. അതാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ബന്ദിപ്പൂർ കടന്നപ്പോൾ നല്ല അടിപൊളി റോഡാണ്. അതുപോലെ തന്നെ എല്ലാ തരം മൃഗങ്ങളെയും കാണാൻ പറ്റി, ആനേനെയും കാണാൻ പറ്റി. കൊമ്പുള്ള അടിപൊളി സൂപ്പർ നല്ല പൂരത്തിനൊക്കെ കൊണ്ടുവരുന്ന നല്ല ഫ്രഷ് ആന ഉണ്ടാവില്ലേ, നല്ല കുളിച്ച് കുട്ടപ്പനായിട്ട്, അതുപോലത്തെ ഒരു ആനനെ കാണാൻ പറ്റി. പക്ഷെ ആ വീഡിയോയും ഇതിലില്ലേ, മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു റോഡാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. അതിൻ്റെ ഇടയിലൊരു എന്താ പറയുക കുരങ്ങന്മാരെ കണ്ടുട്ടാ. അപ്പം അതൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ ചോല നിറഞ്ഞിട്ട്, മഴ കാരണം തോന്നുന്നുണ്ട്, നിറഞ്ഞിട്ട് റോഡിൽ വെള്ളം കയറിയിട്ട് അത് കവർ ചെയ്തിട്ടാണ് പോയിരുന്നത്. അപ്പം നമ്മളടുത്ത് കടത്തി വിടുക, അവർക്ക് അത്രയും സേഫ്റ്റി ഉള്ളതുകൊണ്ട് നമ്മൾ എന്താ പറയുക ബൈക്കൊന്നും കടത്തി വിട്ടിരുന്നില്ലേ, നമ്മളെ കാറ് കടത്തി വിട്ടു. അപ്പോൾ ഇതേ കണ്ടോ നല്ല കുത്തൊഴുക്കുണ്ട്. പിന്നെ ആ സൈഡിൽ ഡിവൈഡർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒലിച്ച് പോകുന്നില്ല. അപ്പോൾ അത് നമ്മളിങ്ങനെ പോയി ഞാനും ഉണ്ണിയും ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ശരിക്കും എടുത്തില്ല. ഇതിങ്ങനെ പേടിയോട് കൂടിയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ പെട്ടെന്ന് നല്ലപോലെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ പോയോണ്ടിരിക്കുമ്പോൾ കാട്ടുപോത്തിനെ കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ മസനഗുഡി എത്തി. മസനഗുഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മലകളായിട്ട് അത്യാവശ്യം നല്ല കോടായിട്ട് അടിപൊളിയാണ്. ഈ മസനഗുഡി നമ്മൾ നേരെ കയറുന്നത് ഊട്ടിയിലേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല വലിയ മലകളും അതിൻ്റെ ഒപ്പം കുറേ കുഞ്ഞു കുഞ്ഞു കോടകളും ആയിട്ട് റോട്ടിലേക്ക് അധികം ഇറങ്ങാതെ തന്നെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് അതിൽ മസനഗുഡി എന്നൊക്കെ എഴുതിയിട്ട് അവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ ടൗൺ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കടന്ന് പോകുമ്പോൾ ചെറിയ പാടങ്ങൾ പോലെയും അതിൻ്റെ അവിടെ കുറച്ച് വെള്ളം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഒരു ഖബർ അടക്കിയിട്ടുള്ള ഒരു ഇത് കണ്ടു കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തൊരു ഇതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ആരുടെ ഒന്നും അറിയില്ല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മസനഗുഡി വഴിയാണ്. മസനഗുഡിയുടെ പ്രത്യേകത എന്ന് പറയണത് കാടിനെ അപേക്ഷിച്ച് മലകളാണ്. മലകളും അതിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന മേഘങ്ങളും പിന്നെ അതിന് തലോടി നിൽക്കുന്ന കോട മഞ്ഞുകളാണ്. അത് കണ്ട് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആ റോഡിൻ്റെ 2 സൈഡിലുള്ള പുല്ലുകളും പിന്നെ ഒരു അതിഥിയെ നമ്മൾ കണ്ടത്. ഇതെല്ലാവർക്കും അറിയാം, അത് സിംഹവാലക്കുരങ്ങനാണ്. ഞാനും അതിശയപ്പെട്ടു, കാരണം ഒറ്റയ്ക്കാണ്, കൂട്ടുകാരില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കടി. പിന്നെ കാടുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ വന്നത് മുത്തങ്ങ വഴിയാണ്. മുത്തങ്ങ, മുടൽപേട്ട്, ബന്ദിപ്പൂർ, മസനഗുഡി. ഈ ഓരോ കാടിനും അതിൻ്റേതായ ഒരു പ്രത്യേകതകളുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഇപ്പോൾ വന്നതിൽ മുത്തങ്ങയാണ്, എൻ്റെയും ഷാനുവിൻ്റെയും. കാരണം എന്താ വെച്ചാൽ ആ കാടിൻ്റെ ആ ഒരു തിക്നെസ്, ഇരുട്ട് മൂടി കിടക്കുന്ന ആ കാടിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. ആ മരങ്ങളും ആ വലിയ വലിയ മരങ്ങളും സൂര്യപ്രകാശം തീരെ ഭൂമിയെ സ്പർശിക്കാത്ത രീതിയിലായിരുന്നു ആ കാടിൻ്റെ വിശാലത. പിന്നെയുള്ള കാടുകൾ എന്ന് പറയുന്നത് ബന്ദിപ്പൂരാണ്. പൊതുവെ എല്ലാവരും ബന്ദിപ്പൂർ കാട്ടിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവും. ഒട്ടുമിക്ക ആൾക്കാർക്കും അതിനെക്കുറിച്ച് അറിയാമായിരിക്കും. കാരണം മൃഗങ്ങളുടെ ഒരു പ്രത്യേകം വ്യൂവിന് വേണ്ടിയിട്ട് അവർ 2 സൈഡിലെ മരങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇത് നമ്മുടെ വിശാലമായ നമ്മുടെ ഫോറസ്റ്റുകളെ കുറിച്ചിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ക്യൂൻ ഓഫ് ഹിൽ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ഊട്ടിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു. അപ്പോൾ ഇത് ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മളിന്ന് എത്തിയതും അതുപോലെ തന്നെ ഈ ഒരു വഴിയും കാണിച്ചു തരാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി പുതിയൊരു വീഡിയോ എന്ന് പറയുന്നത് നാളെ നമ്മൾ ഫുൾ ഊട്ടിയിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. എന്തൊക്കെയാണ് ഏതൊക്കെ സ്പോട്ടാണ് നമ്മൾ പോകണമെന്നൊക്കെ ഉള്ളത് നാളെ ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. അവിടെ എത്തിയപ്പോൾ നമ്മൾ ബബ്ബിൾ നല്ല ഒരു തണുപ്പുള്ള കാറ്റൊക്കെ വീശുന്നത് കൊണ്ട് തന്നെ കൈയൊക്കെ പുറത്തിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ബബ്ലുവിന് എന്താ പറയുക സ്വട്ടും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ആൾക്ക് നല്ല ഫ്രീ ആയിട്ട് നടക്കണം. പിന്നെ നമ്മളവിടെ പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു റൂമൊക്കെ എടുത്തു. ഊട്ടി സെൻട്രലിനായിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. പിന്നെ ഇനി നമുക്ക് ഫ്രഷപ്പായിട്ട് നമ്മൾ ഫ്രഷ് ആവാൻ നിന്നില്ല, നമ്മൾ ഫുഡ് കഴിക്കേണ്ടി വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം നേരെ പോയിട്ട് ബ്ലൂ ഹിൽസ് എന്നറിയപ്പെടുന്ന ഒരു ഹോട്ടലിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടുത്തെ ഫുഡ് നല്ലതാണ്. നമുക്കറിയാമല്ലോ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലർക്കൊന്നും ഫുഡ് തമിഴ്നാട് സ്റ്റൈൽ കേരളീയർക്ക് പറ്റില്ല. അപ്പോൾ ഈ ഫുഡ് നല്ലതായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം വരെ ഒന്ന് കിടന്നുറങ്ങി. രാത്രിയായപ്പോൾ ഉണ്ണിക്ക് ഒരു ബിസ്ക്കറ്റൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്പോട്ട്, അതായത് ടീ ഫാക്ടറി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി, ആ ഒരു ഭാഗത്ത് നമുക്ക് ഒരു ടോപ്പിൽ നിന്ന് താഴത്തേക്ക് നോക്കാൻ പറ്റുന്ന ഒരു വ്യൂ ഉണ്ട്. അവിടെ പോയി നിന്നിട്ട് നമ്മൾ നൈറ്റ് വ്യൂ എൻജോയ് ചെയ്തു. കാണുന്നില്ലേ നിങ്ങൾ ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ല, പക്ഷേ ഇതിൽ കാണുന്നതിലും ഭംഗി അവിടെ പോയി തന്നെ ആസ്വദിക്കണം. ആ ഒരു തണുത്ത കാറ്റും അതുപോലെ ഡ്രിസിൽസ്, അത് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മൾ ഫുഡൊക്കെ മേടിച്ചു. നമ്മുടെ റെസിഡൻസിലേക്ക് എത്തി. എന്നിട്ട് നമ്മൾ ഇനി നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് നാളെ നമ്മൾ പോയി എല്ലാ ഒരു പ്ലേസും എൻജോയ് ചെയ്യണം. അപ്പോൾ നാളത്തെ വീഡിയോ അതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.